Next concept is coset. Coset, what is meant by coset? Let G be a group. Let G be a group and H a subgroup of G. Let A belong to A. A belong to G. Okay, G or a group, H subgroup. Consider A belong to G. Then AH is equal to set of all AH such that H belong to H. This is called the left coset. അപ്പം A into H such that A into H such that set of all AH. അപ്പം AH എന്ന് വെച്ചാൽ എന്താണ്? AH. A into small letter H. Small letter H means this small h belong to capital H. അപ്പം ഇതാണ് ലെഫ്റ്റ് കോസെറ്റ്. ആൻഡ് H into A. Capital H into A. That is HA. Set of all for all H in H. ഇതാണ് റൈറ്റ് കോസെറ്റ്. അപ്പം ലെഫ്റ്റ് കോസെറ്റ് AH ഉം റൈറ്റ് കോസെറ്റ് H. If the operation is multiplication. And if it is addition, we write A plus H. A plus H is A set of all A plus H for H belong to H and H plus A. This is the right coset. Okay, that's the coset. Next we have a theorem. If it's a subgroup of G, then for every AB belong to G, cardinality of H. This cardinality of H or modulus of H is number of elements. Number of elements in H. H is the element. Cardinality of H is equal to cardinality of H. Number of elements in H is equal to number of elements in H. And the second one, either H is equal to BH or H intersection BH is equal to empty. Null set. So if there are two cosets of H, same subgroup, then either they are equal or their intersection is empty. But we have to prove this one. Okay. So first one, let AH. What is AH? AH is set of all AH such that H belong to H. Okay. So cardinality of AH എന്തായിരിക്കും? AH is obtained by multiplying A with H അല്ലേ? അപ്പം H belong to capital H. അപ്പം capital H എലമെന്റ്സിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. So cardinality of AH എന്തായാലും less than or equal to cardinality of H ആയിരിക്കും. Okay. Cardinality of H is less than or equal to cardinality H. ഇനി cardinality AH less than cardinality H ആണെങ്കിൽ consider AHI is equal to AHJ. Okay, HI, HJ. Hനകത്ത് രണ്ട് എലമെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് എന്ത് എഴുതാം? HI is equal to HJ എന്ന് എഴുതാം. HI is equal to HJ. അപ്പം അതിൻ്റെ മീനിങ് എന്തായി? ഏതെങ്കിലും രണ്ട് എച്ച് തമ്മിൽ ഈക്വൽ അല്ലേ? ലെസ് ആണെങ്കിൽ രണ്ടും സെയിം ആയി. അപ്പം അതിൻ്റെ മീനിങ് എന്താ? therefore cardinality of AH ഉം cardinality of H ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് ലെസ് ആയിരിക്കും. ലെസ് ആണെന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ആണെങ്കിൽ എന്തായാലും രണ്ട് കോയിൻസൈഡ് ചെയ്യും. സോ രണ്ടും ഈക്വൽ തന്നെ ആയിരിക്കും. സെക്കൻഡ് വൺ, we have to prove that either AH is equal to BH or their intersection is empty. ഇത് പ്രൂവ് ചെയ്യണം. ഇത് രണ്ടിൻ്റെ ഇന്റർസെക്ഷൻ എംപ്റ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം അതിൽ സപ്പോസ് AH intersection BH is non-empty. Non-empty means there exists a C in AH intersection BH. ഇപ്പോൾ ഇന്റർസെക്ഷനിൽ ഒരു എലമെന്റ് ഉണ്ട്. അപ്പോൾ ഇന്റർസെക്ഷൻ നോൺ എംപ്റ്റി മീൻസ് ഇതിനിടയ്ക്ക് ഒരു എലമെന്റ് ഉണ്ടാവും ഇല്ല. അപ്പോൾ സി ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ സി ബിലോങ് ടു AH ആണ് ആൻഡ് സി ബിലോങ് ടു BH ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സീനെ എങ്ങനെയാണ്? സി ബിലോങ് ടു AH മീൻസ് സീനെ എങ്ങനെ എഴുതാം? AH1 എന്ന് എഴുതാം. സി ബിലോങ് ടു BH ആണെങ്കിൽ സീനെ നമുക്ക് എങ്ങനെ എഴുതാം? BH2 എന്ന് എഴുതാം. ഓക്കെ, so C from these two AH1 is equal to BH2 എന്ന് വരും. ഓക്കെ, AH1 is equal to BH2 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എനെ കൊണ്ടുവരണം. സോ H1 ഇൻവേഴ്സ് എന്തായിരിക്കും? BH2 H1 ഇൻവേഴ്സ്, ദാറ്റ് ഈസ് മൾട്ടിപ്ലൈയിങ് വിത്ത് H1. ബോത്ത് സൈഡ്സ് H1 കൊണ്ട് ഇൻറ്റു ചെയ്തു. സോ ദാറ്റ് H1 ഇൻവേഴ്സ് ഐഡന്റിറ്റി ആയിട്ട് പോകുമല്ലോ, നമുക്ക് A കിട്ടും. സോ A ഈസ് ഈക്വൽ ടു BH2 H1 ആവും. Okay, so that is B.
ദാറ്റ് ഇസ് എ ഈസ് ഈക്വൽ ടു BH2 H1 എന്ന് കിട്ടി. നമ്മൾ എന്തെടുത്തു? കോമൺ ആയിട്ട് എലമെന്റ് സി എടുത്തു. ഇനി നോൺ എംപ്റ്റി ആയിട്ട് എലമെന്റ് കോമൺ ആയിട്ട് എടുത്തു. ഇനി ലെറ്റ് ഇവിടെ നമുക്കൊരു ഇപ്പൊ ഇവിടെയാണ് സി വരുന്നത് അല്ലെ. ഇനി ഇവിടെ ഇത് AH ഇത് BH. ഇവിടെ നമുക്കൊരു എക്സും ഇവിടെ നമുക്കൊരു വൈയും സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് എക്സ് ബിലോങ് ടു AH. എക്സ് ബിലോങ് ടു AH. അപ്പൊ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? AH എന്ന് എഴുതാം അല്ലെ. H is equal to AH എന്ന് എഴുതാം. എന് പകരം എന്ത് കൊടുക്കാം? BH2 H1 ഇൻവേഴ്സ് ഇൻറ്റു H എന്നാവും. ഓക്കെ, ഇതിനെ നമുക്ക് എന്തു പറയാം? B ഇൻറ്റു H2 H1 ഇൻവേഴ്സ് H എന്ന് പറയാലോ. സോ H2 H1 ഇൻവേഴ്സ് Hലെ എലമെന്റ്, H1 Hലെ എലമെന്റ്, H2 H1ന്റെ എലമെന്റ്, Hലെ എലമെന്റ്. അപ്പൊ ഇത് മൊത്തത്തിൽ Hലെ എലമെന്റ് ആയല്ലോ. സോ ദിസ് ബിലോങ് ടു BH എന്ന് പറയാം. ഓക്കെ, അപ്പം എക്സ് ബിലോങ് ടു AH എടുത്തപ്പോൾ എക്സ് എവിടെയും എലമെന്റ് ആയി? BHലായി അല്ലേ. അപ്പൊ നമ്മള് എക്സ് ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പൊ സെയിം എക്സ് എവിടെയും ഉണ്ട്, സെയിം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അപ്പൊ അതിന്റെ മീനിങ് എന്താ? AHലെ ഒരു എലമെന്റ് എടുത്താൽ ആ എലമെന്റ് BHലും ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ഈ BH ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും അല്ലെ. സോ ദിസ് ഇസ് BH. അപ്പൊ എക്സ് BHലും ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ മീനിങ് എന്തായി? ചെറിയ സെറ്റ് AH ആയില്ലേ. സോ AH ഇസ് കണ്ടെയ്ൻഡ് ഇൻ BH. AH എവിടെയുണ്ട്? BHനകത്തുണ്ട്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ലെറ്റ് Y belong to BH. Y belong to BH. That means Yനെ നമുക്ക് എങ്ങനെ എഴുതാം? BH എന്ന് എഴുതാം. ഓക്കെ, Bനെ നമ്മൾ എങ്ങനെ എഴുതി? Bനെ നമ്മൾ കൺവേർട്ട് ചെയ്തില്ല അല്ലേ. Aനെ മാത്രമേ കൺവേർട്ട് ചെയ്തത്. അപ്പൊ അതും കൂടെ എഴുതിയേക്കാം. AH1 is equal to BH2. സോ ഈ H2 എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ H2 ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ BH2 H2 ഇൻവേഴ്സ് വിൽ ബി AH1 H2 ഇൻവേഴ്സ് is equal to B എന്ന് കിട്ടും. സോ B is equal to നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, B എന്തായി? AH1 H2 ഇൻവേഴ്സ് അല്ലേ. സോ ദിസ് ഇസ് AH1 H2 ഇൻവേഴ്സ് ഇൻറ്റു H ആയി. സോ ദാറ്റ് ഇസ് A ഇൻറ്റു H1 H2 ഇൻവേഴ്സ് H ആയില്ലേ. സോ ദിസ് ദ ഹോൾ H ബിലോങ് ടു H ആണ്. സോ ദിസ് വൺ ബിലോങ് ടു AH. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടി? വി സെലക്ട് എ Y ഫ്രം BH. അപ്പൊ ആ Y എവിടെയുണ്ട്? AHലുണ്ട്. സോ AH ആയിരിക്കും പുറത്തു വരുന്ന സെറ്റ്. ദാറ്റ് മീൻസ് BH ഇസ് കണ്ടെയ്ൻഡ് ഇൻ AH. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് കിട്ടി? AH ഇസ് കണ്ടെയ്ൻഡ് ഇൻ BH ആൻഡ് ഹിയർ BH ഇസ് കണ്ടെയ്ൻഡ് ഇൻ AH. അപ്പം ഇന്ന് എന്ത് മനസ്സിലാക്കാം? These two boxes gives that AH is equal to BH. ഒന്നുകിൽ രണ്ട് സെയിം ആയിരിക്കും, or AH intersection BH is empty. Okay.